ക്വസ്റ്റ്യൻ നമ്പർ 2. ഇത് മറ്റൊരു ഓഡിയോ ക്വസ്റ്റ്യൻ ആണ്. ഓഡിയോ ശ്രദ്ധിച്ച് കേൾക്കുക. കേട്ടതിന് ശേഷം അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇവർക്ക് കിട്ടല്ലേ എന്നുള്ള പ്രാർത്ഥനയുമായി നമ്മുടെ ഓഡിയൻസ് കേട്ടോ. ഇവർ കേൾക്കാതിരിക്കാൻ ആ സമയത്ത് വെറുതെ പീപ്പി ഊതിക്കളയരുത്. ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. I think it is like my acting also. Like I never prepare, but the totality is in your mind. It is unknowingly it is coming, and I always believe some unknown energy is helping you. Not only in acting, every moment of your life. Especially, see, when I do a film, I'll just go and pray. എനിക്കാണ് ചോദ്യം ഏതാണ് വരാൻ പോണെന്ന് അറിയാത്തതുകൊണ്ട് ഒന്നും പറയാനും പറ്റുന്നില്ല. അപ്പോ ടഫ് ക്വസ്റ്റ്യൻ ആയിരിക്കും കേട്ടോ. ശ്രദ്ധിച്ചു കേട്ടോ. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം എങ്ങനെയാണ് ഇതിനെ കാണുന്നതെന്നൊക്കെ ഉള്ളത് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ വ്യക്തത നിങ്ങൾക്ക് കിട്ടിയായിരുന്നു? കിട്ടിയ അതിനകത്ത് വാക്കുകളെല്ലാം കേട്ടു, പഠിച്ചു. ആ ടഫ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ബുദ്ധിമുട്ടാണെങ്കിൽ പാസ് പറയാവുന്നതാണ്. അങ്ങനെ ഓഡിയൻസിന് കിട്ടും. നിങ്ങൾ ഇപ്പോൾ കേട്ട ഓഡിയോയിൽ കേട്ടത് ആരുടെ ഇന്റർവ്യൂവിൽ അദ്ദേഹം ഇരുന്ന് സംസാരിക്കുന്നതാണ് എന്ന് ചോദിക്കണമെന്ന് എനിക്കുണ്ട്. പക്ഷെ വേണ്ട, ആരുടെ ശബ്ദമാണെന്ന് പറഞ്ഞാൽ ലാലേട്ടന്റെ മോഹൻലാൽ സാർ. ഇല്ല ഒരിക്കലും ഇല്ല. അങ്ങനെ കള്ളം പറയുന്നത് ഇല്ല. അങ്ങനെയൊന്നും ഫസ്റ്റ് ട്രൈയിൽ ഒരിക്കലും കിട്ടില്ല. പക്ഷേ മത്സരത്തിൽ പറഞ്ഞ പോലെ ഫസ്റ്റ് ടൈം ഒരിക്കലും ഫുള്ളൊന്നും കാണാനൊന്നും പറ്റില്ല. അത് അങ്ങനെയാണ്. അത് ഈ ചോദ്യം പ്രിപ്പയർ ചെയ്തത് ഞാനല്ല എന്നുള്ളത് ആദ്യമേ ഞാൻ പറയുന്നു. ഞാൻ മാക്സിമം ശ്രമിച്ചു ഈ ചോദ്യത്തിന് പകരം ഒരു ചോദ്യം എടുക്കാൻ. പക്ഷേ ഉറപ്പാണല്ലോ, ഉറപ്പിച്ചു. എന്നാൽ ഉത്തരം ശരിയാണ്. നമ്മുടെ ഓഡിയൻസിനെ ഒരു രീതിയിൽ ജീവിക്കാൻ അനുവദിക്കില്ലല്ലേ? ഓക്കെ, ടെൻഷൻ വേണ്ട. നിങ്ങൾക്ക് 45 സെക്കൻഡ് സമയം. ഇത് ഫ്രീ കിട്ടിയതുപോലെയാണെന്ന് കണക്കാക്കിയോ? ഓക്കെ, ടാസ്ക് എന്താണെന്ന് അറിയാൻ മീനാക്ഷി. മിഥുൻ ചേട്ടാ, നമുക്ക് സെക്കൻഡ് റൗണ്ടിലെ അടുത്ത ടാസ്കിലേക്ക് പോയാലോ? ഈ സ്ട്രോ ഇങ്ങനെ എടുക്കുക, പഫ് ചെയ്യുക, അതത് മാച്ചിങ് ഡബ്ബലിലേക്ക് ആ സ്റ്റിക്സ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുക. സോ ഓൾ ദി ബെസ്റ്റ്. ശില്പ റെഡി? റെഡി. സെറ്റ് സെറ്റ് അല്ലേ? ഓടൂ, വാരൂ, നേടൂ, ഗോ. സമയമുണ്ട്. ഇനി റെഡ് എടുത്ത് മാച്ച് ചെയ്ത് വെച്ചോ. വെരി ഗുഡ്. എനിക്ക് വയ്യ. നോൺ സ്റ്റിക് ഫ്രൈ പാനും ഇൻഡക്ഷൻ കുക്കറും പിട്ടാപ്പിളിൽ ഏജൻസീസ് നൽകുന്ന ഈ 2 സമ്മാനങ്ങൾ, റെഡ് റിബൺ കിട്ടിയ സമ്മാനങ്ങൾ സ്വന്തമാക്കി എന്നുള്ളതാണ്. ആടിപ്പൊളിയായിരുന്നു. എന്താണ് കാലിലുള്ളത്? എന്തെങ്കിലും പ്രോബ്ലം ആണോ? ബൈ ബർത്ത് ഉള്ളതാണ് അല്ലെ? പക്ഷെ ദ വേ യു ആക്ച്വലി ഡീൽ വിത്ത് ഇറ്റ്, അത് ശരിക്കും പറഞ്ഞാൽ നോട്ടീസബിളേ അല്ല. നമ്മളിപ്പോ ചോദിക്കുന്നത് വരെ എനിക്ക് പലരും നോട്ടീസ് പോലും ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ ആ ഇത് വെച്ചിട്ട് ഒരു പ്രശ്നവും ഇല്ലാണ്ട് ഓടി അവിടെ പോയി ഫുൾ സാധനം സെറ്റ് ചെയ്ത് വന്നു. ഇതിൽ വേറെ എന്തെങ്കിലും നമ്മള് ട്രീറ്റ്മെന്റ്സോ കാര്യങ്ങളോ നടക്കുന്നുണ്ടോ? ആക്ച്വലി ട്രീറ്റ്മെന്റ്സ് കുഞ്ഞു കുട്ടിയായിരുന്നപ്പോ ചെയ്തിരുന്നു. അന്നൊന്നും ആക്ച്വലി നമ്മളെ കോഴിക്കോടൊന്നും MRI സ്കാൻ അങ്ങനെയൊന്നും ഇല്ല. ഇവിടെ ലിസിയിൽ വന്നിട്ടൊക്കെ MRI സ്കാൻ ഒക്കെ എടുത്തു. പക്ഷെ അതിലൊന്നും പ്രശ്നം ഉണ്ടായില്ല. പിന്നെ കോയമ്പത്തൂര് പോയി ഓപ്പറേഷന് വേണ്ടിയിട്ട്. അപ്പൊ ഇങ്ങനെ ഡോക്ടേഴ്സ് പറഞ്ഞു, അപ്പോഴേക്കും ഞാനൊരു 2ാം ക്ലാസ് ഒക്കെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഡോക്ടേഴ്സ് പറഞ്ഞു ഒരു 10% ചാൻസ്. അതെന്ന് വെച്ചാല് നെർവ്സിന്റെ പ്രശ്നമാണ്. അപ്പോ മേ ബി കുട്ടി സംസാരിക്കാതെ ആവും, അല്ലെങ്കിൽ കേൾവിക്ക് പ്രശ്നം വരും. ഇനി അതല്ലെങ്കിൽ ചെറുതായിട്ടൊരു എന്തെങ്കിലും ഒരു ലേണിംഗ് ഡിസോർഡർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അപ്പോ അച്ഛനും അമ്മയും പാനിക്കായി. അവര് പറഞ്ഞു ഇപ്പൊ ഒരു നോർമൽ സ്കൂളിൽ കുട്ടി പോണുണ്ട്, അതും കൂടി ഇല്ലാത്ത അവസ്ഥ, പിന്നെ അതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് ഒഴിച്ചില് അങ്ങനെയൊക്കെ പോയി. പക്ഷെ ഈ പറഞ്ഞ പോലെ ചെറിയ പ്രായത്തില് ഭയങ്കരമായിട്ട് പാരന്റ്സ് പ്രൊട്ടക്ട് ചെയ്യായിരുന്നു കേട്ടോ. അവിടെ വിടൂല ഭയങ്കര പ്രൊട്ടക്ട് ചെയ്യായിരുന്നു. ബട്ട് വൺസ് കല്യാണം കഴിഞ്ഞ ശേഷം ദിവോസ് ലൈക്ക് നീ അവിടെ ഒന്നുമില്ല, അഴിച്ചു വിട്ടിരിക്കുകയാണ്.